കൊടൈക്കനാലിലേക്കുള്ള യാത്ര തുടങ്ങി, വിൻമിൽസ് ഒക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഏകദേശം കൊടൈക്കനാൽ എത്താൻ പോവുകയാണ്. കൊടൈക്കനാലിൽ ഞങ്ങൾ ട്രാൻക്വിൽ എന്ന് പറയുന്ന റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. അവിടെ നിന്നുകൊണ്ടുള്ള കൊടൈക്കനാലിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ പോയത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ചേട്ടനൊരു സെൽഫി സ്റ്റിക്കൊക്കെ വാങ്ങി. അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് സൂയിസൈഡ് പോയിന്റിലേക്ക് പോയി. സൂയിസൈഡ് പോയിന്റിൽ നിന്ന് വീണ്ടും എത്തിയത് പില്ലർ റോക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ അവിടെ അടയ്ക്കാനായിട്ട് ചേഞ്ച് ഉണ്ടായിരുന്നില്ല, ക്യാഷ്. ഗൂഗിൾ പേ ആണെങ്കിൽ അവിടെ റേഞ്ചും കിട്ടുന്നില്ല. അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് റോക്സൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു കയറിയിട്ട് ഞങ്ങൾ വീണ്ടും അടുത്തതായിട്ട് പോയത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവ് ആണല്ലോ ഇപ്പോൾ കൊടൈക്കനാലിൽ പോയാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലം. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടതിന് ശേഷം കൊടൈക്കനാലിൽ പോകുന്ന ആളുകളുടെ എണ്ണം എനിക്ക് തോന്നുന്നു ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഗുണ കേവ് കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോയത്. പക്ഷേ പ്രധാന പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് സൺഡേയോ മൺഡേയോ അങ്ങോട്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയത്. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഒരുപാട് കോളേജിൽ നിന്ന് വരുന്ന ആളുകളും കുട്ടികളും പിന്നെ അല്ലാതെയും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുരങ്ങന്മാരുടെ ഒരു ലോകം. അവരുടെ ലോകമാണത്. അവിടേക്ക് അതിക്രമിച്ച് ചെന്നത് നമ്മളാണ്, സത്യമാണ്. അപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ കുറേ ഭക്ഷണമൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടു. കുട്ടികളൊക്കെ അങ്ങ് പേടിച്ചു. അവിടെ നിന്നും പിന്നീട് ഞങ്ങൾ പോയത് മൊയർ പോയിൻറ്റിലേക്കാണ്. മൊയർ പോയിൻറ്റിലും എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാലിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ കയറി ചേട്ടനും കൺമണിയെ മുകളിലോട്ട് കയറിയുള്ളൂ. ഞാനും പാത്തുവും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറാമാൻമാരിങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടൈക്കനാലിൽ ലേക്ക് കറങ്ങാം എന്ന് കരുതി ഞങ്ങൾ ലേക്കിലേക്ക് പോയി. അവിടുന്ന് ഒരു ബോട്ട് എടുത്തു. അപ്പോൾ ഒരു ചേട്ടന് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേക്ക് ഫുൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളെ ചുറ്റി കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കലാണല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസ് സ്വന്തമായിട്ട് എടുത്തു. സെൽഫി സ്റ്റിക്ക് വാങ്ങിയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുന്നത് വളരെ എളുപ്പമായി തോന്നി. പിന്നെ ആ ചേട്ടൻ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ ലേക്കിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ദാ നിൽക്കുന്നു ഹോഴ്സിൽ കയറണമെന്നും പറഞ്ഞ് കൺമണിക്ക് ഹോഴ്സ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കയറണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. പക്ഷേ ഹോഴ്സിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ പേടിക്കുക, അങ്ങോട്ട് പോകും, തിരിച്ചോടി എൻ്റെ അടുത്തോട്ട് വരും. അങ്ങനെ ലാസ്റ്റ് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ പാത്തു ഓക്കെ എങ്കിൽ ഈ ഹോഴ്സിൻ്റെ അതിങ്ങനെ ഇട്ട് അടിക്കുമ്പോഴത്തേക്ക് അവൾക്കൊരു പേടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും പാത്തവും കൂടാണ് ഹോഴ്സ് റൈഡിന് പോയത്. ഞാനും കൺമണി അവിടെ വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മോക്ക് പേടി വരുന്നുണ്ട്. കാരണം ചേട്ടൻ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് നിൽക്കുന്നത്. അവൾ തിരിഞ്ഞ് ചേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി. സ്വന്തമായിട്ട് തന്നെ റൈഡർ പുറകിൽ വരുന്നത് ഉള്ളായിരുന്നു. മോള് സ്വന്തമായിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് ഹോഴ്സിൻ്റെ പുറത്ത് വന്നു. അത് കഴിഞ്ഞാണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത്. ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത് തന്നെ ഈ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പാത്തുവും കൺമണിയും. കുറേ നാളായിട്ട് ഇവർ ഈ യൂട്യൂബ് വീഡിയോസും അതും ഇതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവർക്ക് എങ്ങനെയാണ് ഈ സ്ഥലം ഇത്രയും ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. വണ്ടർലായി പോകണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഒരു ആവശ്യം തന്നെ. അതായിരുന്നു നാട്ടിൽ വന്ന ദിവസം മുതൽ കൺമണി ചോദിക്കാൻ തുടങ്ങിയതാണ്, ഞങ്ങൾ എന്നാണ് അമ്മേ വണ്ടർലായി പോകുന്നതെന്ന്. അങ്ങനെ അവസാനം വണ്ടർലായിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് തന്നെ ഒരു ശ്വാസം നിറയെ വീണത്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എനിക്കത് ഞാനും ചേട്ടനും കൂടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് വീണ്ടും ഞങ്ങളൊന്ന് വണ്ടർലയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. പിന്നെ എല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെ അവരും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൈഡുകളാണ്, അവരെ ലക്ഷ്യം വെച്ചാണ് ഇത് തുടങ്ങിയത് തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളും വന്നത്. ഈ സാധാരണ ലാൻഡ് റൈഡ്സിലൊക്കെ കയറിയതിന് ശേഷം വാട്ടർ റൈഡുകളിൽ കയറാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ റൈഡിൽ കയറിയിട്ട് വരുന്ന വഴിക്ക് തന്നെ കൺമണി താഴെ ഒന്ന് വീണുപോയി. താഴെ വീണ് ചെറുതായിട്ട് കാലിൻ്റെ തൊലി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ കരച്ചിൽ തുടങ്ങി. എന്നിട്ട് പാത്തുവിനെ ഓരോ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അത് പറയണ്ട ഇത് പറയണ്ട. ഞാൻ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് എയ്ഡ് റൂമൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം, ഡോക്ടറെ കാണിക്കാം. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. അത് കഴിഞ്ഞ് വേറെ കുറേ റൈഡുകൾ ഏകദേശം എല്ലാം സെയിം തന്നെ. ഒന്നുകിൽ കുതിര, അല്ലെങ്കിൽ അപ്പുറത്തത് വേറെ കുരങ്ങൻ, അങ്ങനെ എല്ലാം ഏകദേശം ഒരേ സാധനങ്ങൾ തന്നെയാണ്. പിള്ളേരെ പറ്റിക്കുകയാണ് പ്രധാന ഉദ്ദേശം. പിന്നെ അവർക്കല്ലേ സന്തോഷം. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ യാത്രകൾ അവസാനിക്കുക.